നാടെങ്ങും ആവേശമായി പത്രികാ സമർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 3 മണിയോടുകൂടി പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിക്കും. അതിനാൽ സ്ഥാനാർത്ഥികളും മുന്നണികളും വരുന്ന 3 മണിക്കൂർ കൊണ്ട് പത്രികാ സമർപ്പണം പൂർത്തീകരിക്കുവാനുള്ള അതിതീവ്രമായ ശ്രമത്തിലാണ്. കഴിഞ്ഞ 2 ദിവസമായി പത്രിക സമർപ്പിക്കുന്നുണ്ടായിരുന്നു വിവിധ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. ഇന്നിപ്പോൾ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ആവേശകരമായിട്ടുള്ള കാഴ്ചകളാണ്. തലശ്ശേരിയിൽ BJPയുടെ സ്ഥാനാർത്ഥി O നിതീഷ് അവിടെ പത്രിക സമർപ്പിക്കുന്നുണ്ട്. ഗുരുവായൂരിൽ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ, കരുനാഗപ്പള്ളിയിൽ ജിതൻ ദേവ്, ഒപ്പം പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലേക്ക് എത്തിയാൽ അവിടെ C കൃഷ്ണകുമാറും പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നേരത്തെ ചെങ്ങന്നൂരിൽ MV ഗോപകുമാർ പത്രിക സമർപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നിപ്പോൾ പത്രികാ സമർപ്പണത്തിന്റെ തിരക്കിലാണ്. നേരെ നമുക്ക് ആറന്മുളയിലേക്ക് കൂടി ഒരു ഘട്ടത്തിൽ പോകാം. ആറന്മുളയിൽ മിഥുൻ മുരളി തയ്യാറാണ്. മിഥുൻ, ഇന്നത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്ന് കുമ്മനം രാജശേഖരന്റെ പത്രികാ സമർപ്പണമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എപ്പോഴാണ് പത്രിക സമർപ്പിക്കുവാനായി കേരളത്തിന്റെ പ്രിയപ്പെട്ട രാജേട്ടൻ എത്തുക? എന്താണ് ആറന്മുളയിലെ വിശേഷങ്ങൾ? ഗൗതം, കേരളത്തിന്റെ സ്വന്തം രാജേട്ടൻ, പ്രവർത്തകരുടെ പ്രിയപ്പെട്ട രാജേട്ടൻ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ വലിയ സ്വീകരണമാണ് പത്തനംതിട്ടയും ആറന്മുള മണ്ഡലവുമൊക്കെ അദ്ദേഹത്തിന് ഒരുക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേശായിയോടൊപ്പം എത്തി പത്തനംതിട്ട കളക്ടറേറ്റിൽ കുമ്മനം രാജശേഖരൻ പത്രിക സമർപ്പണം നടത്തുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകരുടെ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രവർത്തകരാണ്. മുതിർന്ന നേതാവാണ് ആറന്മുള മണ്ഡലത്തിൽ, ആറന്മുളയുടെ സ്വന്തക്കാരനായ, ആറന്മുളയുടെ പ്രവൃത്തി മണ്ഡലത്തിൽ ആറന്മുള സ്വന്തം നാടായി കണ്ടുകൊണ്ട് ആറന്മുളയ്ക്ക് വേണ്ടി, പത്തനംതിട്ട ദേശത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള കുമ്മനം രാജശേഖരൻ മുതിർന്ന നേതാവ് ആറന്മുളയിൽ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ആറന്മുളയിലെ നാട്ടുകാർ, ആറന്മുളയിലെ വോട്ടർമാർ, പത്തനംതിട്ടക്കാർ ഒന്നടങ്കം വലിയ ആവേശത്തിലാണ്. NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലൊക്കെയാണ്. സ്ത്രീകളടക്കമുള്ള കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെയുണ്ട്. കുമ്മനം രാജശേഖരൻ, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട രാജേട്ടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനു ശേഷം വലിയ ആവേശത്തിൽ തന്നെയാണ് NDA ക്യാമ്പ് ഉള്ളത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നു. എത്രത്തോളം ആത്മവിശ്വാസമാണ് BJP പ്രവർത്തകർക്കുള്ളത്? BJP പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടിയാണ്. രാജേട്ടൻ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അതിനുള്ള വലിയ പ്രയത്നത്തിലാണ്. വൻ ഭൂരിപക്ഷത്തോടെ രാജേട്ടൻ ഇവിടെ ജയിക്കും. ആറന്മുളയിൽ സ്വന്തം നാടായി കണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് രാജേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം വലിയ ആത്മവിശ്വാസം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആറന്മുളയിൽ പ്രത്യേകിച്ച് രാജേട്ടനെ പരിചയപ്പെടുത്തേണ്ട ഓരോ മണൽത്തരിക്ക് പോലും രാജേട്ടനെ അറിയാം, രാജേട്ടനെയും അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും വൻപിച്ച ഭൂരിപക്ഷത്തോടെ തന്നെ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിക്കും. എത്ര വലിയ ആത്മവിശ്വാസത്തിലാണ് NDA ഉള്ളത്? രാജേട്ടന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി എത്ര വലിയ ആത്മവിശ്വാസത്തിലാണ് NDA? നല്ല കേരളം മാറും, മറ്റുള്ള സംസ്ഥാനങ്ങളിലോട്ട് കേരളവും മാറുമെന്നുള്ള വിശ്വാസം ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. കുമ്മനം രാജശേഖരൻ മത്സരിക്കുകയാണ് ആറന്മുള മണ്ഡലത്തിൽ. വലിയ പ്രതീക്ഷയാണോ ഉള്ളത്? തീർച്ചയായിട്ടും ഇവിടെ വിജയപ്രതീക്ഷയാണ് ഇപ്രാവശ്യം നമുക്കുള്ളത്. കുമ്മനം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആറന്മുളയ്ക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ള ആളല്ല. നിലയ്ക്കൽ പ്രശ്നം തൊട്ട് തന്നെ, നിലയ്ക്കൽ വിഷയം ഉണ്ടാകുന്ന സമയം തൊട്ട് തന്നെ ആറന്മുളക്കാർക്ക് സുപരിചിതനാണ് കുമ്മനം രാജശേഖരൻ. തന്നെ ആറന്മുള വിമാനത്താവള വിഷയമേ ഏത് വിഷയങ്ങൾക്കും അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കുമ്മനം രാജശേഖരൻ. അതുകൊണ്ട് രാജശേഖരനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതുകൊണ്ട് വിജയസാധ്യത ഏറ്റവും കൂടുതൽ നിൽക്കുന്ന വിഷയമാണ്. എങ്ങനെയാണ് വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നത് രാജേട്ടൻ്റെ വിജയപ്രതീക്ഷ എങ്ങനെ? തീർച്ചയായിട്ടും ഞങ്ങൾ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ഇതുപോലൊരു കാൻഡിഡേറ്റിനെ നമ്മൾ ഒത്തിരി കാലങ്ങളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. ട്രിവാൻഡ്രത്തും ഒക്കെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇപ്രാവശ്യം നമ്മൾ അവസാനം വരെ പ്രതീക്ഷയോടായിരുന്നെങ്കിലും എവിടത്തേക്കാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. എന്തായാലും വന്നതിൽ എല്ലാവരും, ഞങ്ങൾ സംഘപ്രവർത്തകരാണെങ്കിലും എല്ലാവരും വളരെയധികം പ്രതീക്ഷയിലാണ്. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോവുകയാണ്. വലിയ സ്വീകരണമാണല്ലേ അദ്ദേഹത്തിന് കൊടുക്കുന്നത്? എൻ്റെ പഞ്ചായത്ത് മല്ലപ്പഴിശ്ശേരി, അവിടെ 4 കോടിയുടെയാണ് LDF ഭരിച്ചത്. 4 കോടിയാണ് അടിച്ചു മാറ്റിയേക്കുന്നത്. ഇപ്പൊ കോഴഞ്ചേരി കഴിഞ്ഞ ദിവസം ഒരു പാലം ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമ്മൾ അവിടെ പോകുന്നവർക്ക് ശ്രദ്ധിച്ചാൽ അത് ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതാണ് വീണ ജോർജ് നടത്തിയ
വികസനം ഇവിടെ നടത്തിയത്. LDF-നെതിരെ മന്ത്രി വീണ ജോർജിനെതിരെയുള്ള ആ ജനവിരുദ്ധ വികാരം അത് കുമ്മനം രാജശേഖരന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുമ്മനത്തിന് അനുകൂലമായിട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത്. 100% ഉറപ്പായിരിക്കും. മണ്ഡലത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയൊരു ജനവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അത് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. കാരണം വികസനം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം. കാണിച്ചു കൊടുക്കുന്ന വികസനം നമുക്ക് പൊള്ളയായ കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, അല്ല ഒന്നും കാണുന്നില്ല. ഇത് നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ്. ജനവിരുദ്ധ വികാരം, സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരമൊക്കെ NDAക്ക് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആറന്മുളയിൽ പ്രത്യേകിച്ച് മന്ത്രിയുടെ മണ്ഡലമാണ് ആരോഗ്യമന്ത്രി. തീർച്ചയായിട്ടും കുമ്മനം രാജേട്ടൻ ഈ പ്രാവശ്യം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഈ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ശോചനീയമായ അവസ്ഥ അറിയാം. ധൃതി വെച്ചുള്ള ഉദ്ഘാടനവും ഒക്കെ, അതുപോലെ തന്നെ ഇവിടെ മേൽപ്പാലം പണിയുന്നത് പകുതിയാക്കി അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള വെമ്പലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ജനവിരുദ്ധ വികാരമായിട്ട് പ്രതിഫലിക്കും എന്നുള്ള യാതൊരു സംശയവും. വലിയ സ്വീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹം വന്നിറങ്ങുമ്പോൾ. നാമനിർദ്ദേശ പത്രികയ്ക്ക് പോകുമ്പോൾ വലിയ സ്വീകരണമാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ വലിയ സ്വീകരണമാണ് നടക്കുന്നത്. അതുമല്ല, പാവങ്ങളിൽ പാവങ്ങളായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹം ജയിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹവും. തീർച്ചയായും ജയിക്കും. എങ്ങനെ നോക്കുന്നു കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥിത്വം, ഇനിയുള്ള പ്രതീക്ഷകൾ? നമസ്കാരം. നമ്മൾ കഴിഞ്ഞൊരു വർഷമായിട്ട്, ഇത്രയും വർഷകാലമായിട്ട് നമ്മൾ 5 വർഷത്തോളം 10 വർഷത്തോളം ഭരിച്ചു കഴിഞ്ഞാൽ ഒരു വികസനങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് അവർ സാധിച്ചില്ല. കാരണം പല പ്രശ്നങ്ങളാണ്. എന്തെങ്കിലും പാലത്തിനാണെന്ന് ഉദ്ഘാടനം, കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉദ്ഘാടനം യാദൃശ്യമായിട്ട് അവർ ഉദ്ഘാടനം ചെയ്താൽ വെച്ചാൽ ഒരു കാര്യം ചെയ്യാനായിട്ടല്ല, സാദൃശ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ചെയ്യുന്നില്ല, അവർ ഭയങ്കരമായി യാദൃശ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. കോഴഞ്ചേരി പാലത്തിൻ്റെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നടപ്പാലം വരെ ഉദ്ഘാടനം ചെയ്യാനായിട്ട്, നടപ്പാലം ഉദ്ഘാടനം ആൾക്കാരുടെ പേര് ഇതിനു വേണ്ടി ഇലക്ഷൻ്റെ ഒരു പ്രശ്നത്തിന് ഉദ്ഘാടനം. ജനങ്ങൾക്കിടയിലുള്ള അത്തരത്തിലുള്ള ജനവിരുദ്ധ വികാരങ്ങളൊക്കെ, ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ അനുകൂലമാകും. തീർച്ചയായും. കാരണം അവർ ഉദ്ഘാടനം ചെയ്യുന്ന അവരുടെ ജനവികാരമാണ്, അവർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ ആവശ്യത്തിന് വേണ്ടി മാനത്ത് ചെയ്യുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. അത്രയും. BJP-യുടെ ആറന്മുള മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ്. വലിയ ആവശ്യത്തിൽ തന്നെയാണ്, സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയാണുള്ളത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കറപുറളാത്തൊരു നേതാവാണ്. ഈസ് എ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് പയസ് മാൻ. സോ പുള്ളി ജയിക്കുക എന്നുള്ളൊരു കേരളത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. കേരളത്തിലെ ഏറ്റവും വ്യക്തിപ്രഭാവമുള്ള കറകളഞ്ഞൊരു നേതാവ് എന്ന നിലയിലുള്ള ആ ഒരു വ്യക്തിപരമായിട്ടുള്ള വോട്ട് കൂടി ലഭിക്കും. തീർച്ചയായിട്ടും കറപുറളാത്ത രാഷ്ട്രീയം, സാധാരണക്കാരുടെ വലിയ പിന്തുണ, സാധാരണക്കാരന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും. ആറന്മുളയെ അറിയുന്ന വ്യക്തിയാണ്. ഞാൻ കണ്ടി മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയാണ്. റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ സോയിൽ കൺസർവേഷൻ, കോട്ടയത്താണ് വീട്. ചേട്ടൻ്റെ ഒരു മോദിയുടെയൊക്കെ ആറന്മുളയുടെ പല പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടുള്ള, അതിനുവേണ്ടി സമയം മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ചേട്ടൻ മന്നം കേരളത്തിലൊരു ആവശ്യമാണ്. ഓക്കെ. ആറന്മുളയുടെ രാജേട്ടൻ്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെ നോക്കി കാണുന്നു? വലിയ പ്രതീക്ഷയാണോ ഉള്ളത്? വലിയ പ്രതീക്ഷയാണുള്ളത്. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം രാജേട്ടനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മനമാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമെങ്കിൽ പോലും ആറന്മുളക്കാരുടെ പ്രിയപ്പെട്ടവനാണ് രാജേട്ടൻ. രാജേട്ടന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇതുവരെയുള്ള ജനങ്ങൾ. വികസനം എത്തണമെന്നുണ്ടെങ്കിൽ രാജേട്ടൻ വിജയിച്ച് മുന്നേറണമെന്നുള്ള എല്ലാവരുടെയും പ്രതീക്ഷയാണ് രാജേട്ടൻ്റെ നിക്ഷിപ്തമായിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാവരും വളരെ ഈ വെയിലായിട്ട് പോലും എല്ലാ ഇത് സഹിച്ച് രാജേട്ടന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആറന്മുള മണ്ഡലത്തിൻ്റെ BJP-യുടെ പ്രതിനിധി കൂടിയാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് മന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാനം മുഴുവൻ വലിയൊരു ജനവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ ഉയർന്നതാണ്. അതൊക്കെ NDAക്ക് അനുകൂലമാകും, കുമ്മനം രാജശേഖരന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വികസനമാണ് NDA മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. കാരണം നമുക്കറിയാം, ഇപ്പോൾ നിലവിലുള്ള MLA വന്നതിന് ശേഷം പണി തീരാത്ത പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം കോഴഞ്ചേരി പാലം ഉദ്ഘാടനം ചെയ്തു. അവിടെയാണ് റോഡ് ക്ലോസ്ഡ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കോഴഞ്ചേരി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പണി പൂർത്തിയാകാത്ത പദ്ധതികളാണ് അവർ ഉദ്ഘാടനം കുറിച്ച് കൊണ്ടിരുന്ന ഈയിടയ്ക്കുണ്ടായ വിമർശനം അതായിരുന്നു, പണി തീരുന്നതിന് മുമ്പ് ഉദ്ഘാടനങ്ങൾ നടത്തി പോകുന്നു എന്നുള്ളത്. പണി തീരുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്തി പോകുന്നു. അതേപോലെ തന്നെ ഓപ്പറേഷനുകൾ കഴിയുന്നുണ്ട്. നമുക്കറിയാം, കത്രികകൾ വയറ്റിൽ വെച്ച് മറന്നു പോകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തന്നെ സംബന്ധിച്ച് ICUവിന് തീപിടുത്തമുണ്ടായി 5 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആരോഗ്യമന്ത്രി പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനമല്ല, അപമാനമാണ് ഉണ്ടായിരിക്കുന്നത്.
മന്ത്രി വീണ ജോർജിനെതിരെയുള്ള ആ ഭരണവിരുദ്ധ വികാരം, ജനവിരുദ്ധ വികാരങ്ങളൊക്കെ അനുകൂലമായി മാറുമോ? അതിനേക്കാളൊക്കെ ഉപരി കറപുരളാത്ത കേരള രാഷ്ട്രീയത്തിലെ ഒരു നേതാവാണ് കുമ്മനം രാജശേഖരൻ. അതിന്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും. വലിയ ജനപിന്തുണ, പാർട്ടി പ്രവർത്തകർക്കപ്പുറമുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ട്. അത് NDAക്ക് അനുകൂലമായി മാറും. കുമ്മനം രാജശേഖരന്റെ ആ വ്യക്തിപ്രഭാവത്തിൽ തന്നെ അദ്ദേഹം ആറന്മുള മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് NDA പ്രവർത്തകർ ഓരോരുത്തരും പങ്കുവെക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. വനിതാ പ്രവർത്തകരുടെയൊക്കെ വലിയ സാധാരണക്കാരായ ആളുകളുടെ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് കാണുന്ന സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഓക്കെ, അതെ, സാധാരണക്കാരായ ആൾക്കാരാണ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ജയിപ്പിച്ചെടുക്കണം, ഞങ്ങളുടെ മന്ത്രിയാക്കി എടുക്കണം. വികസനം നല്ലപോലെ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ സംരക്ഷിച്ചാലേ പറ്റത്തുള്ളൂ. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങളും എല്ലാം കിട്ടണമെങ്കിൽ, കേന്ദ്ര ഭരണം കിട്ടണമെങ്കിലും ഇവിടെ നമ്മുടെ കുമ്മനം ചേട്ടൻ വരണം. അദ്ദേഹത്തിന്റെ വികസനത്തിന്റെ തുടർച്ച, ഭാരതത്തിലെമ്പാടുമുണ്ടാകുന്ന വികസനം, അത് ആറന്മുളയിലും സാധ്യമാകുന്നതിന് വേണ്ടി, വികസന അപര്യാപ്തതകളുള്ള പത്തനംതിട്ട വികസനത്തിലേക്ക് പോകുന്നതിനൊക്കെ വേണ്ടി കുമ്മനം രാജശേഖരൻ ഇത്തവണ ആറന്മുളയുടെ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസമാണ്, തികഞ്ഞ ആത്മവിശ്വാസമാണ് ഓരോ NDA BJP പ്രവർത്തകരും പറയുന്നത്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആ കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പത്തനംതിട്ടയിലെ ആറന്മുളയിലെ BJP NDA ക്യാമ്പ് ഉള്ളത്. ഗൗതം. ഓക്കെ മിഥുൻ, എന്തായാലും ആറന്മുളയിലെ ആവേശ കാഴ്ചയാണ് മിഥുൻ പങ്കുവച്ചത്. ആറന്മുളയിലെ കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥിത്വം അത് കേവലം ഒരു സ്ഥാനാർത്ഥിത്വമല്ല, അതൊരു നിയോഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 2009 മുതൽ 14 വരെ കത്തിക്കേറിയ ആറന്മുള പൈതൃക ഗ്രാമത്തെ സംരക്ഷിക്കുവാനുള്ള ആ യജ്ഞത്തിന് നേതൃത്വം കൊടുത്ത കുമ്മനം രാജശേഖരൻ എന്ന പരിസ്ഥിതി സ്നേഹി ഹൈന്ദവ സംഘടനാ പ്രവർത്തകൻ, അങ്ങനെ പൊതുപ്രവർത്തന രംഗത്തേക്കും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായും ഒക്കെ കടന്നുവന്ന് കേരളത്തിൽ BJP ആദ്യമായി അക്കൗണ്ട് തുറക്കുന്ന വേളയിൽ സംസ്ഥാനത്ത് പാർട്ടിയെ നയിച്ച കരുത്തനായ കേരളത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളുടെ പ്രിയങ്കരനായ കുമ്മനം രാജേട്ടൻ ഇത് ആറന്മുളയിൽ അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കുകയാണ്. അശ്വതി, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം ആറന്മുളയാണല്ലോ. അതെ, തീർച്ചയായും. പ്രത്യേകിച്ച് ആറന്മുളയുടെ പൈതൃകവും പ്രകൃതിയും സംരക്ഷിക്കാൻ ഒരുപാട് ജനകീയ സമരങ്ങൾ നയിച്ച നേതാവാണ്. നോക്കൂ ഗൗതം, അദ്ദേഹം ഗവർണറായിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരുപക്ഷെ ആ വ്യക്തിപ്രഭാവം വോട്ടുകളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കണ്ടത് ആറന്മുള എന്ന് പറയുന്നത് ഒരുപാട് വാഗ്ദാനങ്ങൾ പല മുന്നണികളും നൽകിയിട്ടുണ്ട്. പക്ഷെ അത് വാഗ്ദാനങ്ങൾ മാത്രമായി അവസാനിക്കുകയാണ്. പക്ഷേ നമുക്ക് വേണ്ടത് മോദി ഗ്യാരണ്ടി പോലുള്ള ഉറപ്പായിട്ടുള്ള ഗ്യാരണ്ടിയാണ്. അത് കുമ്മനം രാജശേഖരൻ അവിടെ ആറന്മുളയിൽ നടപ്പാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിലെ ഒരു നിറസാന്നിധ്യം കൂടിയാണ് കുമ്മനം രാജേട്ടൻ. കാരണം അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ആറന്മുളയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വള്ളംകളി നടക്കുന്നിടത്ത് രാജേട്ടനുണ്ട്. ചെറുകോൽപ്പുഴയിലെ ഹിന്ദുമത ധർമ്മ പരിഷത്തിലെത്തിയാൽ അവിടെ രാജേട്ടനുണ്ട്. ശബരിമല തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാജേട്ടനുണ്ട്. എന്തായാലും നമുക്ക് നേരെ കരുനാഗപ്പള്ളിയിലെ ആവേശ കാഴ്ചകളിലേക്ക് ശല്യം രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള മലമ്പുഴയിൽ പഞ്ചായത്തിൽ ഞങ്ങൾ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്ന് അവിടുത്തെ പ്രധാന പ്രതിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സീറ്റിനാണ് അവിടെ ഭരണം നഷ്ടപ്പെട്ടത്. എലപ്പുള്ളി പഞ്ചായത്തിലെ കർഷകരുടെയും അതുപോലെ തന്നെ അവിടുത്തെ കുടിവെള്ളക്ഷാമവും എല്ലാം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്ന് അവിടെ പ്രധാന പ്രതിപക്ഷം BJP ആണ്. കൊടുമ്പിലെ പാളയം പാലം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്. ഇന്ന് കൊടുമ്പിലെ 3 സീറ്റോട് കൂടിയിട്ട് BJP അവിടെ പ്രധാന പ്രതിപക്ഷമായിരിക്കുകയാണ്. അങ്ങനെ ഈ മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകളിലും ഞങ്ങൾ ജനകീയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. MLAക്കെതിരെ ശക്തമായ ജനവികാരമുണ്ട് എന്നുള്ളത് തന്നെയാണോ BJP മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, രൂക്ഷമായിട്ടുള്ള കുടിവെള്ളം ക്ഷാമത്തിൻ്റെ പേരിൽ കലക്ടറെ കാണാൻ പോയ ആളുകളോട് MLAയുടെ പെരുമാറ്റം നിങ്ങൾ കണ്ടതാണല്ലോ. MLA ഒരു ജനപ്രതിനിധി പരാതി പറയാൻ, കുടിവെള്ളം കിട്ടാത്ത ആളുകളോട്, അത് പരാതി പറയാൻ പോയ ആളുകളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അവർ വിളിച്ചാൽ ഓടിയെത്തേണ്ട ആളാണ്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ആളാണ്. ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ ധാർഷ്ട്യമാണ്, അവരുടെ ജനപ്രതിനിധികളുടെ ഈ ധാർഷ്ട്യമാണ് മലമ്പുഴയിലെ ജനങ്ങൾ കഴിഞ്ഞ 60 വർഷമായി കാണുന്നത്. അതിനുള്ള ഒരു മറുപടി ഇത്തവണ വോട്ടിലൂടെ അവർ കൊടുക്കും. UDFന് സ്വന്തം നിലയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പം അത് ഉൾപ്പെടെ UDFൻ്റെയും LDFൻ്റെയും വോട്ടുകൾ NDAയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് കണക്കൂട്ടുന്നത്. ഈ വികസന മുരടിപ്പിനെതിരായിട്ട് മലമ്പുഴയിലെ മുഴുവൻ വോട്ടർമാർക്കും വലിയ എതിർപ്പുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം മലമ്പുഴയിൽ അവർ CPMൻ്റെ B ടീമാണ്. CPMന് കലാകാലങ്ങളായിട്ട് CPMൻ്റെ ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതത്തിനെതിരായിട്ട്, ഈ ധാർഷ്ട്യത്തിനെതിരായിട്ട്, വികസന മുരടിപ്പിനെതിരായിട്ട് ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. മലമ്പുഴയിലെ ജനങ്ങൾ കോൺഗ്രസിനെ എഴുതി തള്ളിക്കഴിഞ്ഞു. മലമ്പുഴയിലെ ജനങ്ങൾ ഇന്ന് പ്രതീക്ഷയോടുകൂടി കാണുന്നത് NDA ആണ്, BJP ആണ്.
തന്നെയാണ്. ഏതായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പണം സ്ഥാനാർത്ഥിയുടെ പൂർത്തിയായിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുമ്പോൾ മലമ്പുഴയിൽ കൃത്യമായിട്ട് ഒരു 50,000-ലേറെ വോട്ടുകളാണ് BJP അവിടെ നേടി. കൃഷ്ണകുമാറാണോ അതാണ് കേരളം ഇങ്ങനെ ഉറ്റുനോക്കുന്നത്? ഗൗതം, ഇനി നമുക്ക് നേരെ തിരുവനന്തപുരം സെൻട്രലിലേക്കാണ് പോകുന്നത്. അവിടെ കരമന ജയന്റെ പ്രതികരണം കാണാം. അദ്ദേഹം പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് ജനം ടിവിയോട് സംസാരിക്കുകയാണ്. സോമൻജി അടക്കം ഞങ്ങൾ പറഞ്ഞ സമയത്ത് ചിരിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. പക്ഷേ ജനങ്ങൾ, കോർപ്പറേഷനിലെ ജനങ്ങൾ BJPയെ സ്വീകരിച്ചു, ഭരണം ഞങ്ങളെ ഏൽപ്പിച്ചു. അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും തിരുവനന്തപുരം സിറ്റി ജില്ലയിലെ 4 നിയോജക മണ്ഡലത്തിൽ BJPയുടെ താമര വിരിയും. 4 MLAമാരും BJPക്കാരായിരിക്കും. അപ്പോൾ തിരുവനന്തപുരം പൂർണ്ണമായിട്ട് BJP അങ്ങ് തൂക്കും എന്നാണോ പറയുന്നത്? തിരുവനന്തപുരം തൂക്കിയല്ലോ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൂക്കി. ഇനി കേരളം തൂക്കാൻ പോവുകയാണ്. തിരുവനന്തപുരം തൂക്കി എന്നതിൻ്റെ മുന്നോടി അതിൻ്റെ ആദ്യത്തെ പടിയാണ് കഴിഞ്ഞത്. അടുത്തത് കേരളം തൂക്കാൻ പോവുകയാണ്. കേരളത്തിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ജനങ്ങൾ അതിനുവേണ്ടി റെഡിയായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗൗതം, കരമന ജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ